യുഎസും തായ്വാനും തമ്മിലുള്ള ഔദ്യോഗിക ഇടപെടലുകളോട് ചൈന തിങ്കളാഴ്ച ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചു. സ്വയംഭരണ ദ്വീപിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ലായ് ചിങ്തെ തന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഒരു അമേരിക്കൻ പ്രതിനിധിയെ സ്വാഗതം ചെയ്തു. ഇത് ചൈനയ്ക്ക് ഒരടിയായി. അമേരിക്കയും തായ്വാനും തമ്മിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗിക കൈമാറ്റങ്ങളെ ചൈന എല്ലായ്പ്പോഴും ശക്തമായി എതിർത്തിട്ടുണ്ട്. കൂടാതെ തായ്വാന്റെ കാര്യങ്ങളിൽ ഏതെങ്കിലും വിധത്തിലും ഏതെങ്കിലും കാരണവശാലും ഇടപെടുന്നതിന് അമേരിക്കയെ ദൃഢമായി എതിർത്തു. AFP വിദേശകാര്യ വക്താവ് മാവോ നിങ് ഒരു പത്രത്തിൽ പറഞ്ഞു, ചൈന ജനാധിപത്യ തായ്വാനെ തങ്ങളുടെ പ്രദേശത്തിന്റെ ഭാഗമായി കണക്കാക്കുകയാണ്. ആവശ്യമെങ്കിൽ ബലപ്രയോഗത്തിലൂടെ ഒരു ദിവസം അതിനെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുമെന്ന് പ്രതിജ്ഞയെടുത്തിട്ടുമുണ്ട് ചൈന. തായ്വാനെ ഒരു സ്വതന്ത്ര രാജ്യമായി ഔദ്യോഗികമായി അംഗീകരിക്കുന്ന രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധം നിലനിർത്തുന്നില്ല. അതുകൊണ്ടാണ് യുഎസുമായി ചൈനയ്ക്ക് ഇത്രയും വിരോധം. തായ്പേയിലേക്കുള്ള പ്രതിനിധി സംഘം അനൌദ്യോഗികവും സ്റ്റാൻഡേർഡ് പ്രോട്ടോകോളിന്റെ ഭാഗവുമാണെന്ന് വാഷിംഗ്ടൺ വാദിച്ചു. ഈ ഗ്രൂപ്പിൽ ഒരു മുൻ US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും മുൻ ഡെപ്യൂട്ടി സ്റ്റേറ്റ് സെക്രട്ടറിയും ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തായ്വാൻ ദ്വീപിന്റെ യഥാർത്ഥ US എംബസിയുടെ ചെയർ നയിച്ചു. തായ്വാൻ പ്രശ്നത്തിന്റെ അങ്ങേയറ്റം സങ്കീർണതയും സംവേദനക്ഷമതയും തിരിച്ചറിയാനും ചൈന തത്വം ആത്മാർത്ഥമായി പാലിക്കാനും ഞങ്ങൾ യുഎസിനോട് അഭ്യർത്ഥിക്കുന്നു. തായ്വാൻ സ്വാതന്ത്ര്യത്തെയോ രണ്ട് ചൈനകൾ അല്ലെങ്കിൽ ഒരു ചൈന എന്നിവയെ പിന്തുണയ്ക്കുന്നില്ലെന്ന US നേതാക്കളുടെ ആവർത്തിച്ചുള്ള പ്രസ്താവനകൾ വീണ്ടും സ്ഥിരീകരിക്കുക. വാഷിംഗ്ടൺ തായ്വാനോടുള്ള പ്രതിബദ്ധത പാലിക്കണം. ചൈനയെ ഉൾക്കൊള്ളാനുള്ള ഒരു ഉപകരണമായി തായ്വാൻ പ്രശ്നം ഉപയോഗിക്കാൻ ശ്രമിക്കരുത്. കൂടാതെ തായ്വാൻ സ്വാതന്ത്ര്യ വിഘടനവാദ ശക്തികൾക്ക് തെറ്റായ സൂചനകൾ നൽകരുത്, അവർ കൂട്ടിച്ചേർത്തു. തായ്വാനിലെ വോട്ടർമാർ നിലവിലെ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടിയുടെ സ്വാതന്ത്ര്യത്തോട് ചായ്വുള്ള നേതാവ് ലായ്ക്ക് സുഖപ്രദമായ തിരഞ്ഞെടുപ്പ് വിജയം നൽകി. തിങ്കളാഴ്ച നടന്ന വോട്ടെടുപ്പ് ചൈനയുടെ പ്രാദേശിക കാര്യമാണെന്ന് മാവോ പറഞ്ഞു. ഭൂട്ടാൻ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തായ്വാൻ തെരഞ്ഞെടുപ്പിലും ചൈനയ്ക്ക് കനത്ത തിരിച്ചടി. തായ്വാനിലെ ചൈനീസ് വിരുദ്ധ പാർട്ടിയായ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി മൂന്നാം തവണയും തായ്വാനിൽ അധികാരത്തിലെത്തി. DPP നേതാവായ ലാങ് ചിങ്തെ തായ്വാന്റെ പ്രസിഡന്റാകും. കടുത്ത ചൈന വിരുദ്ധനും തായ്വാന്റെ സ്വയം ഭരണാധികാരത്തിനായി നിലകൊള്ളുന്ന നേതാവുമാണ് ലായ് ചിങ്തെ. തായ്വാനിലെ ആദ്യത്തെ വനിതാ നേതാവായ സായ് ഇഗ്വെന്റെ ലായ് ചിങ്തെ അധികാരമേൽക്കുന്നത്. 2016 2020 ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി അധികാരത്തിലെത്തിയപ്പോൾ സായ് ഇഗ്വെൻ ആയിരുന്നു പ്രസിഡന്റ് ആയത്. എന്നാൽ തുടർച്ചയായി 2 തവണ അധികാരത്തിലിരുന്നതിനാൽ ഇനി ഒരു കാലാവധിക്ക് ശേഷം മാത്രമേ സായ് ഇഗ്വെന്നിന് വീണ്ടും തായ്വാനിലെ പ്രസിഡന്റ് ആകാൻ സാധിക്കുകയുള്ളൂ. ഇക്കാരണത്താലാണ് DPPയുടെ മറ്റൊരു പ്രമുഖ നേതാവായ ലായ് ചിങ്തെ പുതിയ പ്രസിഡന്റായി അധികാരത്തിലെത്തുന്നത്. 64-കാരനായ ലായ് ചിങ്തെ ഡോക്ടറായി ജോലി ചെയ്തിരുന്ന കാലത്താണ് തായ്വാനിലെ പൊതുരംഗത്തേക്ക് എത്തുന്നത്. തെക്കൻ നഗരമായ ടൈനാൻ മേയറായി അദ്ദേഹം നേരത്തെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചൈന ലായിയെ അപകടകരമായ വിഘടനവാദിയാണെന്ന് ആവർത്തിച്ച് അധിക്ഷേപിച്ചിരുന്നു. തായ്വാൻ കടലിടുക്കിലുടനീളം സമാധാനം സംരക്ഷിക്കുന്നതിനും ദ്വീപിന്റെ പ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിനും താൻ പ്രതിജ്ഞാബദ്ധനാണെന്ന് വിജയത്തിനു ശേഷം ലായ് ചിങ്തെ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.